بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين. لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1369 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്ത് റൂമിൻ്റെ 2-ാം ദിവസ ആമുഖമാണെന്ന് ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിളഇ സിനീൻ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്തുൽ റൂമിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി. ഏറ്റവുമേറെ അന്തർദേശീയ രാഷ്ട്രീയം പരാമർശിക്കപ്പെടുന്ന ആ പശ്ചാത്തലം വളരെ അനിവാര്യമായിട്ടും ഗ്രഹിച്ചിരിക്കേണ്ട വിധത്തിലുള്ള സൂറത്താണ് സൂറത്തുൽ റൂം. അതിന്റെ തലക്കെട്ടും ആദ്യത്തെ തുടക്കത്തിലുള്ള ആയത്തുകളും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി രംഗത്ത് വരുന്ന ആ ഘട്ടം മുതൽ ഏകദേശം മദീനയിലേക്കുള്ള ഹിജ്റ നടത്തുന്നത് വരെയുള്ള ആ കാലയളവ്, ആ ഘട്ടത്തില് അക്കാലത്തെ അന്തർദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവ വികാസങ്ങള് വളരെ സംക്ഷിപ്തമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം ഈ സൂറത്ത് പഠന വിധേയമാക്കാനും അതിന്റെ സൂചനകളെ കൃത്യതയോടുകൂടി വായിച്ച് ഉൾക്കൊള്ളാനുമൊക്കെ. അതിന്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർവഹിക്കുകയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. 60 ആയത്തുകളുള്ള സൂറത്തുൽ റൂം, ഇതിന്റെ തലക്കെട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉള്ള പദമാണ്. റോം എന്ന അക്കാലത്തെ 2 പ്രമുഖ ലോകശക്തികളിൽ ഒന്നായ റോമ സാമ്രാജ്യത്തെ പരാമർശിക്കുന്ന പ്രയോഗമാണത്. റൂം എന്നത് റോമിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു ചരിത്ര സംഭവം പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. സത്യവിശ്വാസികളിൽ വളരെയേറെ പ്രയാസം നേരിട്ടിരുന്ന ആളുകൾ ഒരു സംഘം എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്ന ആ ഘട്ടം, നുബുവത്തിന്റെ 7-ാമത്തെ ഒക്കെ വർഷത്തിലായിട്ട്, ആ സന്ദർഭത്തിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം അവര് നേരിടേണ്ടി വരുന്നത്. പേർഷ്യൻ സാമ്രാജ്യവുമായിട്ടാണ് ഈ
സംഘർഷം നടക്കുന്നത്. റോമിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളായ ജോർദാനും സിറിയയും പലസ്തീനും ഒക്കെ തന്നെ റോമിന് നഷ്ടപ്പെടുകയാണ്. പേർഷ്യ ആ പ്രദേശം കൈയടക്കുകയാണ് ചെയ്യുന്നത്. റോം പ്രത്യക്ഷത്തിൽ തന്നെ വലിയ പരാജയം ഏറ്റുവാങ്ങുകയാണ് ആ ഘട്ടത്തിൽ. ആ സംഭവം പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. റോം സമീപ പ്രദേശങ്ങളിലായിട്ട് പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ വൈകാത്ത വേളയിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിലായിട്ട് റോം വലിയ വിജയം നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അപ്പൊ ആ ഘട്ടത്തില് റോമിന്റെ പരാജയമുണ്ടായി എന്നതില് കൗതുകമൊന്നുമില്ല, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ റോമിന് വലിയ പരാജയം ഏറ്റുവാങ്ങിയ റോമ സാമ്രാജ്യം അപ്പാടെ തന്നെ തരിപ്പണമായി പോയി, അത് തകർന്നു പോയി. ഇനി ഒരിക്കലും തന്നെ തലപൊക്കാൻ റോമ സാമ്രാജ്യത്തിന് കഴിയുകയില്ല എന്ന് ലോകം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോം വിജയിച്ച് മുന്നേറും എന്ന ഒരു പ്രവചനം ഖുർആൻ ഇവിടെ നടത്തുകയാണ്. അത് ആ ഘട്ടത്തില് ഖുർആനെ കേട്ടുകൊണ്ടിരുന്ന ഖുറൈശികൾക്കും അറബികൾക്കും പൊതുവായും ഒക്കെ വളരെ അവിശ്വസനീയത ഉണ്ടായ ഒരു കൗതുക വാർത്ത മാത്രമായിട്ടാണ് അവർ അതിനെ കാണുകയുണ്ടായത്. റോം തോറ്റുകിടക്കുകയാണ്. റോമിന്റെ സഖ്യകക്ഷിയായിരുന്ന അല്ലെങ്കിൽ സൗഹൃദ രാഷ്ട്രമായിരുന്ന എത്യോപ്യ, അങ്ങോട്ടാണല്ലോ മുസ്ലിങ്ങൾ പലായനം ചെയ്തിട്ടുള്ളത്. അപ്പോ മുസ്ലിങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടിരുന്ന എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യവും എത്യോപ്യയുടെ സൗഹൃദത്തിലുള്ള റോമും ഒക്കെ വലിയ തിരിച്ചടിയും പരാജയവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തെ പിൻപറ്റുന്ന അദ്ദേഹത്തിന്റെ അനുയായികളെയും കണക്കിന് പരിഹസിക്കാനുള്ള ഒരു അവസരമായിട്ട് ഖുറൈശികളും അറബികൾ പൊതുവായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ അവര് റോമിന്റെ പിന്തുണയിലോ അല്ലെങ്കിൽ റോമുമായി നല്ല ബന്ധത്തിലോ ഉള്ള വിധത്തില് നിലക്കൊണ്ടിരുന്ന എത്യോപ്യ അഭയമരുളിയത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നതാണല്ലോ അന്നത്തെ അവസ്ഥ. അപ്പോ ഏത് വിധത്തിലാണോ റോം തറ പറ്റിക്കപ്പെട്ടിട്ടുള്ളത്, അതേ വിധത്തില് മുഹമ്മദിനെയും കൂട്ടരെയും ഞങ്ങള് നിലംപരിശാക്കും, അല്ലെങ്കിൽ തീർത്തും പരാജയപ്പെടുത്തും, തുടച്ചു നീക്കും എന്നൊക്കെയുള്ള വലിയ വാദഗതികളുമായിട്ടാണ് മക്കയിലെ ഖുറൈശികളും കൂട്ടരും ഒക്കെ ആ ഘട്ടത്തിലുള്ളത്. സംസാരത്തിൽ അവര് റോമിനേറ്റ പരാജയം മുസ്ലിങ്ങൾക്ക് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്ന വലിയ പരാജയമാണ് എന്ന നിലക്കാണ് അത് അവരെ പരിഹസിച്ചുകൊണ്ട് റോമിന്റെ പരാജയത്തെ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്നത്. മക്കയില് ഒരു പക്ഷെ മക്കയിൽ നിന്ന് വളരെയൊന്നും അകലെയല്ലാത്ത ഈ പ്രദേശങ്ങൾ, സിറിയയും ജോർഡാനും പലസ്തീനും, ഈ പ്രദേശങ്ങളിൽ റോമിനുണ്ടായിരുന്ന മേധാവിത്വം നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും മക്കയിലും പരിസരത്തുള്ള ആളുകൾക്ക് അവരുടെ ശ്രദ്ധ പതിയുന്ന, അവർക്ക് അവഗണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങള് ഇതേപോലെ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു, തങ്ങൾ അവരെ നിലംപരിശാക്കും എന്ന നിലക്ക് ഈ ഖുറൈശി നേതാക്കന്മാര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അവരെയൊക്കെ ഞെട്ടിക്കുന്ന വിധത്തില് ഖുർആൻ ഇവിടെ ഒരു പ്രവചനം നടത്തുന്നത്. സമീപ പ്രദേശങ്ങളിലായിട്ട് റോം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. പക്ഷെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോം വലിയ വിജയം നേടി മുന്നേറും എന്നൊരു കാര്യമാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത്. ഈ പ്രവചനം അത് കേട്ടുകൊണ്ടിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ അത് വളരെ അപഹാസ്യമായ ഒരു സംഗതിയായിട്ടാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഇന്ന് ഫലസ്തീന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന
ഹമാസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലക്ഷക്കണക്കിന് വരുന്ന പിഞ്ചു പൈതൽ മക്കള് പട്ടിണി കിടന്ന് പട്ടിണി മരണത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിലവിൽ ഗസയിലും പരിസരത്തും ഒക്കെ ഉള്ളത്. ഈ ഒരു ഘട്ടത്തില് വൈകാത്ത ഭാവിയിൽ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയെയും ഹമാസ് പരാജയപ്പെടുത്തി മുന്നേറും എന്നൊരു പ്രവചനവും ആരെങ്കിലും നടത്തിയാൽ എത്രത്തോളം അത് അപഹാസ്യമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നവർക്ക് തോന്നുമെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരു അനുഭവമായിട്ടാണ് ഈ ഖുർആന്റെ പ്രവചനം അവർക്ക് അനുഭവപ്പെട്ടത്. ആ നിലക്കുള്ള പ്രതികരണമാണ് മക്കയിലെ ഖുറൈശികളിൽ നിന്നും അറബികളിൽ നിന്നും പൊതുവായി ഒക്കെ ഈ പ്രവചനത്തോട്, ഖുർആൻ നടത്തിയ ഈ പ്രവചനത്തോട് ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന്റെ മുമ്പായി എന്താണ് റോമും പേർഷ്യയും തമ്മിലുള്ള പ്രശ്നം, എങ്ങനെയാണ് അവര് സംഘർഷത്തിലേക്ക് എത്തിയത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങള് ഈ ഒരു പശ്ചാത്തലം എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ ചരടുവലികളും അതിലെ ഉയർച്ച താഴ്ചകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ സൂചിപ്പിച്ച ഒരു ചരിത്ര സംഭവം പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. വളരെ അടുത്ത പ്രദേശങ്ങളായ ജോർഡാൻ, സിറിയ, പലസ്തീൻ പോലെയുള്ള പ്രദേശം, അവിടെ റോമിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളില് റോമക്കാർക്ക് പേർഷ്യൻ ഭരണാധികാരിയുടെയും അയാളുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സൈനിക നീക്കത്തിന്റെയൊക്കെ ഫലമായിട്ട് വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അവര്. അപ്പോ റോമിന്റെ കൈവശം അല്ലെങ്കിൽ റോമിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഈ ഭൂപ്രദേശങ്ങളിൽ റോമിന് വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം. അതെല്ലാവർക്കും അറിയുന്നതും എല്ലാവരും അംഗീകരിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രദേശങ്ങളിൽ റോമിന്റെ മേധാവിത്വം തകർത്തത് പേർഷ്യയാണ്. റോമിന് മേൽ വിജയം നേടിയിട്ടുള്ളത് പേർഷ്യയാണ്. അപ്പോ ഈ സൂറത്ത് അവതരിക്കുന്നത് എപ്പോഴാണ് എന്നതിന് കൃത്യമായൊരു സൂചനയും നമുക്ക് ഈ സംഭവത്തെ കുറിച്ചുള്ള പരാമർശത്തിൽ നിന്ന് ലഭിക്കും. സിറിയ, അതുപോലെ ജോർഡാൻ, പലസ്തീൻ പ്രദേശങ്ങളിൽ റോമിന്റെ മേധാവിത്വം തകർക്കുന്ന വിധത്തില് പേർഷ്യയുടെ ആക്രമണം ഉണ്ടായ, അങ്ങനെ റോം അവിടെ പരാജയപ്പെടുത്തപ്പെട്ട ആ വർഷം, അത് ക്രിസ്താബ്ദം 615 ആണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ആ വർഷം തന്നെ ആയിരിക്കണം ഈ സൂറത്തിന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ റോമിന്റെ മേധാവിത്വം തകർക്കപ്പെട്ട ആ സംഭവത്തിനെ തുടർന്ന് അതേ വർഷത്തിൽ തന്നെ അവതരിച്ച സൂറത്തായിട്ടാണ് ഇത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കപ്പെടുന്നത്. AD 610 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതായിട്ട് ആ ചരിത്ര സൂചനകൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 5 വർഷങ്ങൾ പിന്നിട്ട ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 5-ലേറെ വർഷങ്ങൾ പിന്നിട്ട ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അപ്പോ എത്യോപ്യയിലേക്കുള്ള ആ മുസ്ലിം സംഘത്തിന്റെ പലായനം നുബുവത്തിന്റെ 5-ാം വർഷം ആണ് അതിൽ ആദ്യ സംഘം പുറപ്പെടുന്നത്. അപ്പോ ഈ ഘട്ടത്തിലാണ് ഫലസ്തീനും സിറിയയും അതുപോലെ ജോർഡാനും പോലെയുള്ള പ്രദേശങ്ങൾ റോമിന്, അവരുടെ ആ പ്രദേശങ്ങളുടെ മേലുള്ള നിയന്ത്രണം റോമിന് നഷ്ടപ്പെടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ സൂറത്തിന്റെ അവതരണം എത്യോപ്യയിലേക്കുള്ള മുസ്ലിം സംഘത്തിന്റെ ആദ്യ സംഘത്തിന്റെ പലായനം ഹിജ്റ നടക്കുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ നടന്നതിന് തുടർന്നാണ്. കൃത്യമായിട്ടും മക്കയിൽ പ്രവാചകൻ എന്നുള്ള നിലക്ക് ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കെ ഏകദേശം 5 വർഷങ്ങളിലേറെ പിന്നിട്ട ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നത് നമുക്ക് ഈ ചരിത്ര സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോ ഈ പ്രവചനം വരും വർഷങ്ങളിൽ, ഏതാനും വർഷങ്ങൾക്കുള്ളിലായിട്ട് റോം തിരിച്ചു വരും, അവര് വിജയശ്രീലാളിതരായിട്ട് മുന്നേറുന്ന ഒരു സംഭവം ഉണ്ടാകും എന്നതാണല്ലോ ഖുർആൻ ഇവിടെ പ്രവചിക്കുന്നത്. വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിലായിട്ട് തന്നെ അവരുടെ കൺമുന്നിൽ ഈ സംഗതി യാഥാർത്ഥ്യമായി പുലരുന്നത് അവർ കാണുകയാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ള ഒരു പ്രവചനം മനുഷ്യര് അവരുടെ കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവചനം പോലെയല്ല. അത് കൃത്യതയുള്ള ദൈവികമായ പ്രവചനമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ദൈവികമാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ദിവ്യ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നതിനുള്ള ഒരു പ്രത്യക്ഷമായ തെളിവ് കൂടിയാണ് സൂറത്തുർ റൂമിന്റെ തുടക്കത്തിലുള്ള ഈ പ്രവചനം. കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ അത് ആ പ്രവചനം സത്യമായി പുലരുന്ന ആ സംഭവത്തോടെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഖുർആന്റെ ദൈവികത, ഖുർആന്റെ അമാനുഷികത വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഒരിക്കലും തന്നെ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവചനം ദൈവിക വെളിപ്പാടുകളുടെ പിൻബലത്തോടു കൂടിയല്ലാതെ ഒരാൾക്കും നടത്താൻ കഴിയുമായിരുന്നില്ല. അത്രയും വലിയ പരാജയം റോം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് റോമിന്റെ വരും വർഷങ്ങളിൽ സംഭവിക്കാനുള്ള വലിയ വിജയത്തെക്കുറിച്ച് ഖുർആൻ പ്രവചിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പുള്ള ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി രംഗത്ത് വന്നിട്ടില്ല. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഘട്ടത്തിൽ 32 വയസ്സ് മാത്രമേ ഉണ്ടാവാൻ ഇടയുള്ളൂ. നുബുവത്തിന്റെ 8 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഘട്ടത്തിലാണ് റോമില്, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമില് ഒരു വിപ്ലവം നടക്കുന്നത്. റോമൻ ഭരണാധികാരിയായിരുന്ന സീസർ മോറിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചക്രവർത്തിയെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സംഭവം. ഫോക്കസ് എന്ന പേരിൽ, PHOCAS, ഫോക്കസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ സീസർ മോറിസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് റോമില് അധികാരം പിടിച്ചടക്കുന്നത്. ഈ ഫോക്കസ് വലിയ ക്രൂരതകളും രക്തച്ചൊരിച്ചിലും ഒക്കെയാണ് ഈ പ്രക്രിയയിൽ റോമിൽ നടപ്പിലാക്കുന്നത്. അയാള് സീസർ മോറിസിന്റെ 5 ആൺമക്കളെ പരസ്യമായി തൂക്കിലേറ്റുകയും അച്ഛന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കൊന്നുകളയുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് സീസറിനെയും അയാൾ കൊന്നുകളയുന്നുണ്ട്. പിന്നീട് പൊതു സ്ഥലത്ത് ഇവരുടെയൊക്കെ ശിരസ്സുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യാണ് ഈ അധികാരം പിടിച്ചെടുത്ത റോമിന്റെ ചക്രവർത്തിയായിട്ട് അധികാരം ഏറ്റ ഈ ഫോക്കസ് ചെയ്യുന്നത്. സീസറിനെ വധിക്കുന്നതിന് മുമ്പ് അയാളുടെ 5 ആൺമക്കളെ പരസ്യമായിട്ട് അയാളുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. അതിനെ തുടർന്ന് സീസറും വധിക്കപ്പെടുകയാണ്. അവരുടെയൊക്കെ ശിരസ്സുകള് പൊതു സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഈ ഫോക്കസ് എന്ന ഭരണാധികാരി സീസറിന്റെ വിധവയെ അതുപോലെ 3 പെൺമക്കളെയൊക്കെ വധിക്കുന്നുണ്ട്. അങ്ങനെ അത്യന്തം രക്തരൂക്ഷിതമായ ഒരു അധികാരം പിടിച്ചെടുക്കലാണ് ഫോക്കസ് ചെയ്യുന്നത്. സീസർ മോറിസിൽ നിന്ന് റോമിന്റെ മേലുള്ള അധികാരം പിടിച്ചെടുക്കുകയാണ് അയാൾ ആ വിധത്തിൽ. അങ്ങനെ ഇപ്പോ നമ്മൾ വായിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ, ഖുർആൻ നടത്തുന്ന പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സീസർ മോറിസ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് വധിക്കപ്പെട്ട് അയാളുടെ കുടുംബത്തിലെ എല്ലാവരും തന്നെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം അയാളിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ഫോക്കസ് ചക്രവർത്തിയായ ഫോക്കസ്
അയാളുടെ ആധിപത്യം റോമിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഖുർആൻ പരാമർശിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നത്. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തില് ഈ സീസർ മോറിസ് എന്ന റോമൻ ചക്രവർത്തിയുടെ അയാളുമായി നല്ല സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ ഘട്ടത്തിൽ പേർഷ്യയുടെ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്നത്. കോസ്രോ പർവേസ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. കോസ്രോ പർവേസ് എന്ന ആളാണ് പേർഷ്യയുടെ ചക്രവർത്തി. അയാള് സീസർ മോറിസിനെ തന്റെ വളർത്തച്ഛനെ പോലെ തനിക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ എല്ലാ പിന്തുണയും സഹായവും ഒക്കെ ചെയ്തു തന്നിരുന്ന ഒരു അച്ഛനെ പോലെ കണ്ടിരുന്ന ഒരാളാണ് എന്നാണ് പറയുകയുണ്ടായത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു സീസർ മോറിസ്. എന്റെ അച്ഛനെ പോലെ തന്നെയായിരുന്നു എന്നാണ് പേർഷ്യൻ ചക്രവർത്തി കോസ്രോ പർവേസ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഈ സീസർ മോറിസിന്റെ ഘാതകനോട് പ്രതികാരമെടുക്കുക എന്നത് എന്റെ ധാർമ്മികമായ ചുമതലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോസ്രോ പർവേസ് എന്ന പേർഷ്യൻ ചക്രവർത്തി രംഗത്ത് വരുന്നത്. അയാൾക്ക് ലോകത്തോട് പറയാവുന്ന ചില ന്യായങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ ഘട്ടത്തിലുണ്ട്. റോമിനെ ആക്രമിക്കുന്നതിന് ചില ന്യായങ്ങളൊക്കെ ഉണ്ട്. തനിക്ക് വളരെ വേണ്ടപ്പെട്ടവനായ തന്റെ പിതൃതുല്യനായ ഒരു വ്യക്തിയാണ് സീസർ മോറിസ്. അയാളെയും അയാളുടെ കുടുംബത്തെയുമാണ് ഈ ഫോക്കസ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും താൻ ഫോക്കസിനോട് പ്രതികാരം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പേർഷ്യൻ ചക്രവർത്തി രംഗത്ത് വരുന്നത്. അപ്പോ പേർഷ്യൻ ചക്രവർത്തി ആ വിധത്തിൽ രംഗത്ത് വന്നപ്പോ റോമിനെ പ്രതിരോധിക്കാൻ, റോമ സാമ്രാജ്യത്വത്തെ സംരക്ഷിക്കാൻ, അതിനെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ട കരുത്തൊന്നും ഈ ഫോക്കസ് ചക്രവർത്തി കാണിക്കുന്നില്ല. അയാള് ഒരു കൊള്ളക്കാരനായിട്ട് രാജാവിനെയും കുടുംബത്തെയും കൊന്നൊടുക്കി റോമിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നതല്ലാതെ റോമിനെ സംരക്ഷിക്കാനോ ബാഹ്യശക്തികളിൽ നിന്ന് പ്രതിരോധിക്കാനോ ഉള്ള കരുത്തൊന്നും അയാള് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് റോമാക്കാരിൽ വലിയ നിരാശയുണ്ടാക്കി. അത് കാരണമായിട്ട് റോമൻ നേതാക്കന്മാര് ആഫ്രിക്കയിലെ റോമൻ ഗവർണറായിരുന്ന ആളെ സമീപിക്കുകയാണ്. തങ്ങളെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ രംഗത്ത് വരണം. റോമ സാമ്രാജ്യം ബാഹ്യമായ വെല്ലുവിളികൾ നേരിടുകയാണ്. അതുകൊണ്ട് റോമിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ രംഗത്ത് വരണം എന്നാണ് റോമൻ നേതാക്കന്മാർ ആഫ്രിക്കയിലെ ഗവർണറായ വ്യക്തിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ആഫ്രിക്കൻ ഗവർണർ തന്റെ മകൻ, അയാളുടെ പേര് ഹെർക്കുലീസ് എന്നാണ്, തന്റെ മകനെ റോമിനെ സഹായിക്കുന്നതിന് വേണ്ടി, റോമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സൈന്യവുമായിട്ട് പറഞ്ഞയക്കുന്നത്. ഒരു വലിയ നാവിക സേനയുമായിട്ടാണ് ഹെർക്കുലീസ് എന്ന റോമ ഗവർണറുടെ മകൻ രംഗത്ത് വരുന്നത്. അപ്പോ ഹെർക്കുലീസ് രംഗത്ത് വന്ന അതോടെ വലിയ സൈന്യത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. അതോടെ ഫോക്കസിനെ പരാജയപ്പെടുത്താനും അദ്ദേഹത്തെ തുരത്തി ഓടിക്കാനും ഒക്കെ സാധിച്ചു. തുരത്തി ഓടിക്കല്ല, അദ്ദേഹത്തിനെ വളരെ ക്രൂരമായ വിധത്തിൽ തന്നെ കൊന്നുകളയുകയാണ് ഹെർക്കുലീസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത് AD 610 എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് നൽകപ്പെട്ട ആ വർഷത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് നിശ്ചയിക്കപ്പെടുന്നത് AD 610 അപ്പൊ ആ വർഷമാണ് ഈ ഫോക്കസ് എന്ന റോമൻ ഭരണാധികാരിയായി റോമിന്റെ അധികാരം പിടിച്ചെടുത്ത കൊള്ളക്കാരനായ മനുഷ്യൻ ഹെർക്കുലീസിന്റെ
സൈനിക നടപടിയുടെ ഫലമായിട്ട് കൊല്ലപ്പെടുന്നതും അയാളുടെ അധികാരവാഴ്ച അവസാനിക്കുന്നതും ഒക്കെ ആ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഫോക്കസിനെ കൊന്നുകളഞ്ഞതിനെ തുടർന്ന് ഹെർക്കുലീസ് സീസർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചുകൊണ്ട് റോമിന്റെ മേൽ ഭരണം ഏറ്റെടുക്കുകയാണ്, റോമിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് തുടർന്ന്. അപ്പോ ആഫ്രിക്കൻ ഗവർണർ ആയിരുന്ന ആളുടെ മകൻ ഹെർക്കുലീസ് ആണ് ഇപ്പോ ഈ സീസർ മോറിസിന് ശേഷം ഫോക്കസിന്റെ വളരെ ചുരുങ്ങിയ ഒരു കാലം പിന്നിട്ടതിനെ തുടർന്ന് റോമിന്റെ മേൽ അധികാരം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം സീസർ തന്നെയായിട്ട് പുതിയ ചക്രവർത്തി ആയിട്ടാണ് അധികാരമേൽക്കുന്നത്. അപ്പൊ ഈ ഘട്ടത്തില് നേരത്തെ രംഗത്ത് വന്നിരുന്ന പേർഷ്യൻ ചക്രവർത്തി കോസ്രോ പർവേസ് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ കോസ്രോ പർവേസിന് ഇനി റോമിനെതിരിൽ ആക്രമണം നടത്താൻ യാതൊരു ന്യായവും ഇല്ല. കാരണം സീസർ മോറിസിനെ ഫോക്കസ് കൊന്നുകളഞ്ഞതിന്റെ പേരിലാണ് ഫോക്കസിനെതിരിലുള്ള ഒരു സൈനിക നീക്കം എന്ന നിലക്കാണ് കോസ്രോ പർവേസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോസ്രോ പർവേസ് കാര്യമായി എന്തെങ്കിലും ചെയ്യുന്നതിന്റെ മുമ്പായി തന്നെ ആഫ്രിക്കൻ ഗവർണറുടെ മകൻ ഹെർക്കുലീസിന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം ഫോക്കസിനെ കൊന്നുകളയുകയും അങ്ങനെ ഹെർക്കുലീസ് സീസറായിട്ട് അധികാരമേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പേർഷ്യൻ ചക്രവർത്തി പ്രതികാരമെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് നിലനിൽക്കേണ്ട യാതൊരു ന്യായവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി പേർഷ്യൻ ചക്രവർത്തി സൈന്യത്തോട് ബാരക്കുകളിലേക്ക് തിരികെ പോകാൻ വേണ്ടി പറയുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം പോരാടാൻ റോമിനെതിരിൽ രംഗത്ത് വന്നിരുന്ന ആ സൈനിക നീക്കം ഉണ്ടല്ലോ, ആ നീക്കം തുടർന്ന് ആ പോരാട്ടമായി മുന്നോട്ട് പോകാൻ അതിനു വേണ്ട നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. റോമിനെതിരിൽ ഒരു സൈനിക നീക്കം ആ ഘട്ടത്തിൽ പേർഷ്യ പിന്നെ തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നില്ല, അതിനുള്ള ന്യായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കോസ്രോ അതൊരവസരമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പൊ പുതുതായിട്ട് അധികാരമേറ്റ ഹെർക്കുലീസിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ കഴിയും, ഒരുപക്ഷെ റോമിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് തന്റെ കൈകളിൽ വരും എന്നൊക്കെ കണക്കുകൂട്ടിയിട്ടായിരിക്കണം കോസ്രോ പർവേസ് റോമിനെതിരിലുള്ള സൈനിക നീക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് റോമും പേർഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് രൂപപ്പെടുകയാണ്. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ പേർഷ്യയുടെ മജൂസിയത്തും റോമിന്റെ മസീഹിയത്തും തമ്മിലുള്ള ഒരു പോരാട്ടം, ക്രൈസ്തവ മതവും അതുപോലെ ഈ പേർഷ്യയുടെ മജൂസി മതവും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണിത് വൈകാതെ തന്നെ പരിണമിക്കുന്നത്. അപ്പൊ അത് തമ്മിലുള്ള ഒരു യുദ്ധം എന്ന നിലക്കാണ് ഇപ്പോ അത് അരങ്ങേറിക്കൊണ്ടിരുന്നത്. ഈ ഘട്ടത്തില് ചില വിഘടിത ക്രൈസ്തവ വിഭാഗങ്ങള് സൈനികമായിട്ട് ഈ കോസ്രോ പർവേസിനെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വലിയൊരു സംഘം 26,000-ഓളം വരുന്ന യഹൂദ ഭടന്മാരും പേർഷ്യൻ ചക്രവർത്തി കോസ്രോ പർവേസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഹെർക്കുലീസിന് പക്ഷേ കോസ്രോയുടെയും സൈന്യത്തിന്റെയും കടന്നാക്രമണത്തെ വേണ്ട വിധത്തില് നേരിടാൻ സാധിച്ചില്ല. അന്താക്കിയ പ്രദേശം അവർ കീഴ്പ്പെടുത്തി. തുടർന്ന് ദമാസ്കസ്, ബൈത്തുൽ മഖ്ദിസ് പരിസരം ഇതൊക്കെ അവര് കൈയടക്കുകയും റോമാക്കാരെ വിറകൊള്ളിക്കുകയും ചെയ്യണം. ഏകദേശം 90,000 ക്രൈസ്തവര് ഈ സംഘടനകളിലായിട്ട് എന്ന് പറഞ്ഞാൽ റോമിന്റെ പക്ഷത്തുള്ള 90,000-ഓളം വരുന്ന 1,00,000-ഓളം വരുന്ന ആളുകള് ക്രൈസ്തവര് കൊല്ലപ്പെട്ടു എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്.
അത് ഈ എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം നടന്ന സംഘർഷങ്ങളിലുള്ള മരണമാണ് സൂചിപ്പിച്ചത്. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് ഹോളി സെപ്പൾക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന ഈസ അലൈഹി ഇസ്ലാമിനെ അവര് ജീസസ് കുരിശിലേറ്റപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് ക്രൈസ്തവർ കരുതുന്ന അവർക്ക് വളരെ പുണ്യമുള്ള സ്ഥലമായിട്ട് കാണുന്ന ആ ഹോളി സെപ്പൾക്കർ വരെ തകർക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ പള്ളികൾ പലതും ഈ പടയോട്ടത്തില് ഈ പേർഷ്യൻ ചക്രവർത്തിയുടെ സൈന്യം നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തപ്പെട്ട ഘട്ടത്തിൽ വളരെ അഹന്തയോടുകൂടിയുള്ള ഒരു എഴുത്താണ് ഈ പേർഷ്യൻ ചക്രവർത്തി ഖോസ്രോ പർവേസ് ഹെർക്കുലീസിന് എഴുതുന്നത്. അയാളെ വെല്ലുവിളിച്ചുകൊണ്ടും അയാളെ കഠിനമായ വിധത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ടും ഒക്കെ വളരെ അഹന്ത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എഴുത്താണ് ഖോസ്രോ പർവേസ് എഴുതുന്നത്. അയാൾ രംഗത്ത് വന്നിരുന്നത് റോമില് അധികാരം പിടിച്ചടക്കിയ ഫോക്കസിനെ നേരിടുക, റോമൻ ചക്രവർത്തിക്ക് വേണ്ടി പ്രതികാരം ചോദിക്കുക എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും ഈ പോരാട്ടം മുന്നോട്ട് പോയതോടെ അത് വഴിവിട്ടു പോവുകയും 100% സാമ്രാജ്യത്വ മോഹങ്ങളോടുകൂടിയുള്ള ഒരു യുദ്ധമായിട്ട് അത് പരിണമിക്കുകയും ചെയ്യുന്നത്. അപ്പോ തുടർന്ന് തൊട്ടടുത്ത വർഷം AD 615 ഇവര് ഫലസ്തീൻ സിനായി പെനിൻസുലൊക്കെ പിടിച്ചടക്കുന്നതും അതുപോലെ ജോർഡാൻ പ്രദേശങ്ങൾ, സിറിയയുടെ ചില ഭാഗങ്ങളൊക്കെ അവിടുന്നൊക്കെ റോമിന്റെ ആധിപത്യം ഇല്ലാണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അത് പേർഷ്യൻ ചക്രവർത്തി ഖോസ്രോ പർവേസ് അദ്ദേഹത്തിന്റെ സൈനിക നടപടിയിലൂടെ നടപ്പിലാക്കപ്പെടുന്ന ആ ഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയില് വലിയ വിധത്തിലുള്ള ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണത്. അങ്ങനെയാണ് ആ വർഷം AD 615 അവർ എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യുന്നത്. റോമിന്റെ സഖ്യകക്ഷിയായിരുന്ന രാഷ്ട്രമാണല്ലോ അന്ന് എത്യോപ്യ. അതുകൊണ്ട് ആ ഘട്ടത്തില് ഖോസ്രോ പർവേസ് ഹെർക്കുലീസിനെ വിരട്ടിക്കൊണ്ട് റോമിന്റെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും റോമിനെ ആ പ്രദേശങ്ങളിൽ തോൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ അത് അറബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പരിഹസിക്കാനുള്ള നല്ലൊരു അവസരമായിട്ട് ഒത്തുവരികയാണ്. അവര് വേണ്ട വിധത്തിൽ തന്നെ അത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ റോമിന്റെ മേൽ ഇങ്ങനെ ഒരു വിജയം പേർഷ്യക്കാര് നേടിയത് മക്ക മുശ്രിക്കുകള് അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശരിക്കും ആഘോഷിക്കുകയാണ് ആ ഘട്ടത്തിൽ ചെയ്യുന്നത്. മുസ്ലിങ്ങളെ പരിഹസിക്കാനും അതുപോലെ അവരെ ഭീഷണിപ്പെടുത്താനും, ഇതുപോലെ നിങ്ങളെയും ഞങ്ങള് തുരത്തിക്കളയും എന്ന വിധത്തിൽ ഭീഷണിപ്പെടുത്താനും ഒക്കെ ഒരു അവസരമായിട്ട് അവര് കാണുകയാണ് ചെയ്യുന്നത്. ഞങ്ങള് ഇതുപോലെ അറബികള് ഖുറൈശികളൊക്കെ ആയ ഞങ്ങള് ഇതേപോലെ മുഹമ്മദിനെയും അനുയായികളെയും തുടച്ചു നീക്കും എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ സൂറത്തുൽ റൂം അവതരിക്കുന്നത് ഈ വിധത്തില് പേർഷ്യയുടെ സൈനിക നടപടിയുടെ ഫലമായിട്ട് ഖോസ്രോ പർവേസിന്റെ സൈനിക നീക്കം കാരണമായി ജോർഡാൻ, സിറിയ, പലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങള് അവിടെ റോമൻ ചക്രവർത്തിയുടെ സ്വാധീനം ഇല്ലാതാക്കി കളയുകയും റോമിനെ പ്രത്യക്ഷത്തിൽ തന്നെ അവിടങ്ങളിൽ പരാജയപ്പെടുത്തുകയും ചെയ്ത ആ AD 615 സൈനിക നടപടികളുടെ തുടർന്നുള്ള സന്ദർഭത്തിലാണ് എന്നതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷെ ഖുർആൻ ഇവിടെ നടത്തിയ പ്രവചനം വളരെ വൈകാത്ത ഭാവിയിൽ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിലായി തന്നെ റോം വിജയിച്ച് മുന്നേറും എന്നതാണല്ലോ. അപ്പൊ റോമിന്റെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള പരാജയം എങ്ങനെ സംഭവിച്ചു എന്നത് ഞാൻ
നിങ്ങളുമായി വളരെ വ്യക്തമായിട്ട് പങ്കിട്ട് കഴിഞ്ഞു. ഇനി അതിനെ തുടർന്ന് ഖുർആന്റെ ഈ പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം കൂടി ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. ഈ ചരിത്ര പശ്ചാത്തലം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോഴേ ഈ സൂറത്തിന്റെ പ്രാധാന്യവും അതിന്റെ സൂചനകളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ചരിത്ര ഭാഗം നമ്മൾ ഉൾക്കൊള്ളണം. അതിനു വേണ്ടി നമ്മുടെ ഇന്നത്തെയും ഇന്നലത്തെയും ഇനി നാളെ നിർവഹിക്കാൻ പോകുന്ന ഈ വിവരണവും കൂടി നിങ്ങൾ സാധിക്കുമെങ്കിൽ ആവർത്തിച്ച് അതിന്റെ യൂട്യൂബിലെ ലിങ്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ മനസ്സിൽ ആ പശ്ചാത്തലം വളരെ നന്നായി പതിയും. അത് നമുക്ക് ഖുർആന്റെ ഈ ഭാഗവും ഖുർആന്റെ ചരിത്ര വീക്ഷണവും ഖുർആൻ ആ കാലഘട്ടത്തിലെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു ധാരണ വളരെ ശക്തമായ വിധത്തിൽ തന്നെ മനസ്സിൽ രൂപപ്പെടുത്താൻ നമുക്ക് സഹായകമാവും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.